ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് നാൾ മുന്നേക്ക് ഓരോ ആൾക്കാർ അവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഇൻകം കിട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം എങ്ങനെയെന്ന് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലാണ് കൂടുതൽ വീഡിയോസ് ഇടുന്നത്, ഇൻസ്റ്റഗ്രാമിലും വീഡിയോസ് ഇടുമായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ഇൻസ്റ്റഗ്രാമിലിടുന്ന വീഡിയോസ് ഫേസ്ബുക്കിലോട്ട് പോവുമായിരുന്നു. അപ്പം ഇന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ നോക്കി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി നോക്കിയപ്പോഴത്തേക്കും പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി നോക്കിയാലേ നമ്മൾ എലിജിബിൾ ആണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോഴത്തേക്കും എൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ച അയ്യോ എൻ്റെത് എവിടെ പോയി. അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് വീണ്ടും കുറേ നേരം ഇരുന്ന് കണ്ട് അപ്പോഴത്തേക്കും മനസ്സിലായി എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ലോക്കാക്കിയാണ് വെച്ചേക്കുന്നത്, വലുതായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ആ ലോക്ക് മാറ്റിയപ്പോഴത്തേക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എനിക്ക് വന്നു. ഞാൻ അതിൽ കയറി നോക്കി എലിജിബിൾ ആണോ അല്ലേന്ന് നോക്കി. പിന്നെ അതിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ടൈമിൽ തന്നെ ഒരു 9 ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, പിന്നെ കുറച്ച് സ്റ്റോറീസ് ഇടണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എലിജിബിൾ ആണോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് എലിജിബിൾ ആണ്. എന്നിട്ട് നമ്മളത് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ ഒരു പൈസ തരത്തില്ല. നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് വേണം. 1000 ആണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നത് ഒരു 0.5 എന്തോ ഡോളർ, അങ്ങനെ എന്തോ ആണ്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അങ്ങനെ എന്തോ ആണ് കിട്ടുന്നത്. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് വ്യൂസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് പൈസ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം പ്രൈവറ്റ് ആണെങ്കിൽ, അതായത് ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലോക്ക് മാറ്റണം. എന്നിട്ട് നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ കയറിയിട്ട് എലിജിബിൾ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യണം. എലിജിബിൾ ആണെങ്കിൽ സെറ്റപ്പ് കൊടുക്കണം. സെറ്റപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എലിജിബിൾ ആവും. എലിജിബിൾ ആയെന്ന് നമുക്ക് പൈസ കിട്ടത്തില്ല. പിന്നെ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ പൈസ കിട്ടത്തില്ല. നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് റീച്ച് കൂടുന്നതിനനുസരിച്ച്, വ്യൂസ് കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പം ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളതൊന്ന് ഓൺ ആക്കി ഇട്ടാൽ മാത്രം മതി. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ കയറിയിട്ടാണ് ഓൺ ആക്കേണ്ടത്. ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയണമെങ്കിൽ, അതായത് എങ്ങനെ ഓണാക്കും എന്ന് അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഞാൻ കുറേ നേരം കുത്തിയിരുന്നുകൊണ്ടാണ് എനിക്ക് സംഭവം ഓരോന്ന് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഡെയിലി ഇനി വ്ളോഗ്സ്, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇടുന്നവരാണെങ്കിൽ യൂട്യൂബിൽ ഇടണം. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇടുവാണെങ്കിൽ ഇനി എനിക്ക് ഇൻകം കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ഇത് പറയാം. ഇതിപ്പോൾ മോണിറ്റൈസേഷനെ കുറിച്ചാണ്. എനിക്ക് വരുമാനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.